സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ശക്തമാവുകയാണ്. OP ബഹിഷ്കരണം ആരംഭിച്ചിട്ട് ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് KGM-CT നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ 3-ാം ദിനം OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രികൾ, വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള അവസ്ഥ കണ്ടതാണ്. പലരും കാര്യമറിയാതെ എത്തിയ ആളുകളൊക്കെ വല്ലാതെ വലയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്, മറ്റു ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും. പക്ഷെ അത് വളരെ നേരത്തെ ആയിക്കൂടെ, എന്തിനാളുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാകുന്നുണ്ടോ വീണ്ടും, സുനിൽ? സമരവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഡോക്ടർമാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. അനാവശ്യമായ സമരമാണ്. പല തട്ടിൽ ചർച്ചകൾ നടത്തിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നടത്തുന്നത് അനാവശ്യമായ സമരമാണ് എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് സമരത്തോട് പ്രതികരിച്ചത്. ഇതേ തുടർന്നാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടന നീണ്ടത്. അതനുസരിച്ചാണ് ഇപ്പോൾ നാളെ മുതൽ ശസ്ത്രക്രിയ ബഹിഷ്കരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് അടിയന്തരമല്ലാത്ത റോഡപകടങ്ങൾ, ക്യാൻസർ തുടങ്ങി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് 11 മണിക്ക് പൂർണ്ണമായും ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് സൂചനാ സമരം നടത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് 11 മണിയോടുകൂടി പൂർണ്ണമായും മെഡിക്കൽ കോളേജുകൾ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ നാളെ മുതലാണ് ശസ്ത്രക്രിയ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഇന്നലെ മുതൽ തന്നെ ഡോക്ടർമാർ പുതിയതായി ശസ്ത്രക്രിയയ്ക്ക് ഡേറ്റ് നൽകുന്നില്ല. അതായത് അടിയന്തര ഘട്ടത്തിലുള്ള ആളുകൾക്കൊഴികെ അവരോടൊക്കെ തീരുമാനമുള്ളത്.